അപ്പോൾ വളരെ എന്താ പറയുക, അവരുടെ സ്വന്തം കാര്യമൊക്കെ മാറ്റിവെച്ചിട്ട് സമൂഹത്തിന് സേവ ചെയ്യുക, അതുപോലെ വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു വ്യക്തിത്വ വികസനമാണ് ഈ BJPയുടെ ഐഡിയോളജിക്കൽ ബേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്ന് അടുത്ത കാലത്ത് BJPയിലേക്ക് വന്ന ആൾക്കാരെല്ലാം അങ്ങനെ ആകണമെന്നില്ല. പക്ഷേ BJPയുടെ ഐഡിയോളജിക്കൽ ബേസ് തീർച്ചയായിട്ടും ഉത്തരവാദിത്തത്തോടെയും സുതാര്യമായിട്ടും കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഒരു ബേസാണ്. അത് നമ്മൾ അങ്ങനെ ആണെങ്കിൽ പോലും സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് പവർ കറപ്റ്റ്സ് എന്നുള്ളത്. അതായത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരു കറപ്ഷൻ വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. അടുത്ത കാലത്ത് നമ്മൾ കേരളത്തിൽ അത് കാണുന്നുണ്ട്. മാനവികതയൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ അവർ ദേവസ്വം ബോർഡത്തിൻ്റെ ഭരണത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഏറ്റവും പവിത്രമായ അമ്പലങ്ങൾ പോലും അമ്പലങ്ങളിൽ നിന്ന് പോലും മോഷ്ടിക്കുന്ന ഒരു കാര്യം നമ്മൾ കേരളത്തിൽ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പവർ കറപ്റ്റ്സ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതിന് ഒരു തടയിടേണ്ട ആവശ്യം തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ BJP അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലുമൊക്കെ ഗ്രാമസഭ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഗ്രാമസഭകൾ വളരെ ഊർജിതമായിട്ട് നടക്കും. അവിടെ ഈ തിരഞ്ഞെടുത്ത പ്രതിനിധികളെ ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ടാകും. അവർക്ക് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി സംസ്കാരമുണ്ടാകും. അപ്പോൾ അവർ ജനങ്ങളുടെ പ്രതിനിധികളാണ് എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. അതുപോലെ BJPയുടെ ഒരു സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഈ തിരഞ്ഞെടുത്ത പ്രതിനിധികളുടെ പ്രവർത്തനം തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനവും ഉണ്ടാകും.